മാധ്യമരംഗത്ത് ശരിക്കും 35 വർഷം, ടെലിവിഷനിൽ മാത്രം 30 വർഷം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ടെലിവിഷനിൽ ഇരുന്നുകൊണ്ട് ടാമിൻ്റെ കാലത്ത് ടാമിനെയും ബാർക്കിൻ്റെ കാലത്ത് ബാർക്കിനെയും ഇത്ര സജീവമായിട്ട് സംസാരിക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇത് ശ്രീ പ്രകാശ് മേനോൻ തന്നെ ആയിരിക്കണം എന്ന്. എൻ്റെ ഒരു ലോജിക്ക് ഇതാണ്. ഏറ്റവും കൂടുതൽ കാലം അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ ടെലിവിഷന്റെ ചരിത്രത്തിൽ ബാർക്ക് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്, ടെലിവിഷൻ റേറ്റിംഗ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം ഇതാണ്. അതെ, ഒരുപക്ഷെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരിക്കും ഈ ബാർക്കിൽ എന്താ സംഭവിക്കുന്നത്? എത്ര എത്ര ഈ അനാലിസിസ് എങ്ങനെ നടക്കുന്നത്? അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ബാർക്ക് എന്നുള്ളത് ആക്ച്വലി ഒരു പോപ്പുലാരിറ്റി മെഷർമെന്റ് യൂണിറ്റ്, ഒരു റിസർച്ച് അല്ല. അത് മാർക്കറ്റിങ്ങിന് സൗകര്യപ്രദമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ബൈബിളാണ്. നമ്മൾ ശരിക്കും മാർക്കറ്റിംഗുകാരുടെ ബൈബിൾ എന്നാണ് ടാമിനെയും ബാർക്കിനെയും അല്ലെങ്കിൽ ഇത്തരം റിസർച്ചിങ് പാറ്റേൺസിന് പറയാറുള്ളത്. പക്ഷെ അതിനെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോപ്പുലാരിറ്റിയുടെ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ കുറെ പ്രാക്ടിക്കാലിറ്റിയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഇത് ബാർക്ക് അല്ലെങ്കിൽ ടാം വെക്കുന്നതിന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് നമ്മുടെ ജനസംഖ്യയുടെ അനുപാതികമായിട്ട് സോഷ്യൽ എക്കണോമിക്കൽ സ്പെൻഡ്, ആൾക്കാരുടെ സ്റ്റാറ്റസ്, ഇതിനൊക്കെ അനുസൃതമായിട്ടാണ് വെക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പോഴും അതിന്റെ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ആക്യുറസി കൂടണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മീറ്റേഴ്സിന്റെ എണ്ണം കൂടിയേ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പോൾ അതിനുള്ള എണ്ണം കുറവാണ്. ഇന്ത്യയിൽ തന്നെ ബാരോമീറ്റേഴ്സ് എന്നാണ് പറയാം. പണ്ട് ടാമിലായിരുന്നപ്പോൾ പീപ്പിൾ മീറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ അതിന്റെ അലോഗരിതങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ കുറച്ചും ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ലേറ്റസ്റ്റ് ഒരു 6 മാസം മുമ്പ് അവർ വീണ്ടും അതിന്റെ അലോഗരിതം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ചേഞ്ചസ് റേറ്റിംഗിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം 80 ലക്ഷത്തിൽ പുറത്ത് 80,40,000 ഹൗസ് ഹോൾഡ്സ് ഉണ്ട്, ടെലിവിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. 3.5 കോടി ജനസംഖ്യയിൽ ഏകദേശം 80 ലക്ഷത്തോളം നമുക്ക് ടെലിവിഷൻ യൂസേഴ്സ് ഉണ്ട്. അതിൽ തന്നെ കേബിൾ ആൻഡ് ഡിജിറ്റൽ സെഗ്മെന്റിൽ ഏകദേശം 65,91,000 സംതിങ് ഒരു ഫിഗർ. അത് ഫിഗേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് വന്നേക്കാം. എങ്കിലും അത്രത്തോളം ടെലിവിഷൻ യൂസേഴ്സ് ഉണ്ട്. അതായത് കേബിളും DTHും നമ്മുടെ ട്രഡീഷണൽ കേബിൾ വഴി വരുന്ന ടെലിവിഷൻ വ്യൂവേഴ്സ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ അനലൈസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളം എന്നുള്ളത് ബാരോമീറ്റേഴ്സിന്റെ ടോട്ടൽ മീറ്റേഴ്സിന്റെ 4% മീറ്റേഴ്സാണ് കേരളത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എണ്ണം കുറവാണ്. ആ കണക്ക് പറയുമ്പോൾ പറയാൻ പറ്റും. കാരണം ടോട്ടൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ അനുപാതികമായിട്ടാണ് ബാരോമീറ്റേഴ്സ് വെച്ചിട്ടുള്ളത്. അതിൽ 4%-ഓളം പേഴ്സൻറ്റേജ് വെച്ച് നോക്കുന്ന കേരളത്തിൽ 4% ബാരോമീറ്റേഴ്സ് കേരളത്തിലുണ്ട്. മോശമല്ല. കാരണം കേരളത്തിൽ കുറച്ചും കൂടി കൂടുതൽ ടെലിവിഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരുള്ളതിൻ്റെ പേരിൽ അത് നമുക്ക് എതിർക്കാം. പക്ഷെ അതിന്റെ കണക്ക് ഇതിന്റെ കണക്ക് ബാർക്ക് പുറത്തു വിട്ടിട്ടില്ല. പണ്ട് ടാമും ഇത് പുറത്തു വിട്ടിട്ടില്ല. അന്ന് ഞങ്ങളൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് 600-700 മിഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഡാറ്റ ആയിരുന്നു. ആ ഡാറ്റ വന്ന സമയത്ത് മെയിൻ ചാനലിൽ ഏഷ്യാനെറ്റൊക്കെ 1000 ഒക്കെ GRP അടിച്ചിരുന്നു. പിന്നെ അത് എണ്ണം കൂടി വരുന്നതനുസരിച്ച് GRP കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് അറിയാമല്ലോ, അതിന്റെ ആക്യുറസിയുടെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആവും കണക്ക്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കണക്ക് പ്രകാരം ഏകദേശം 2345 മിഷനാണ് അവർ അൺഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യലി അറിയുന്നത് 2000 താഴെ മിഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രിപ്പോർഷൻ നമുക്ക് മാച്ച് ആക്കാൻ പറ്റും. കാരണം ഈ 65 ലക്ഷത്തോളം വരുന്ന ടോട്ടൽ കണക്ടിവിറ്റിയിൽ ഏകദേശം ഈ 2000 മിഷൻ അല്ലെങ്കിൽ 3000 മിഷൻ എടുത്തോട്ടെ, വേണ്ട 5000 മിഷൻ വന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു കണക്ക് എക്സാക്റ്റ് എടുക്കാൻ പറ്റിക്കോളും. വളരെ വളരെ മൈന്യൂട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 0.35 ഒക്കെ പെർസെൻറ്റേജ് ഇതിൻ്റെ ഒരു ആക്യുറസി വരുന്നുള്ളൂ, പ്രിപ്പോർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് ഒരു പോപ്പുലർ ആയിട്ടുള്ള ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പർ 1 നമ്പർ 2 എന്ന് പറയുമ്പോൾ നമുക്ക് അത് അത്ര വിശ്വസനീയമല്ല. അത് തന്നെ ആയിക്കോളണമെന്നില്ല. പക്ഷെ മേ ബി നമുക്കത് ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം വെച്ചാൽ ഇപ്പോൾ വേറെ മെഷറിംഗ് യൂണിറ്റ് ഇല്ല. അതിനുള്ള സാധ്യതകളുണ്ട്. ഓരോ സെറ്റപ്പ് ബോക്സിലും വേണമെങ്കിൽ ഇത്തരം മെക്കാനിസം ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും ആരും ചെയ്യില്ല. കാരണം ആക്യുറസി കൂടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ബേസിക്കലി മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതിനെയാണ് നമ്മളിപ്പോൾ PR-ന്റെ ഭാഗമായിട്ട് ചാനൽ ഞങ്ങൾ നമ്പർ 1 നമ്പർ 2 കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. അതിന്റെ ചാനലിന് അച്ചീവ്മെന്റ് തന്നെയാണ് അത് കിട്ടുന്ന കാര്യങ്ങൾ. അതിൽ ഡ്രാസ്റ്റിക് ആയിട്ട് കുറേ ചേഞ്ചസ് ഈ അടുത്ത കാലങ്ങൾ വന്നപ്പോഴാണ് ഈ ബാർക്ക് ഇത്രയും ഒരു സംസാര വിഷയമായത്. കാരണം അത് പ്രത്യേകിച്ച് ന്യൂസ് ചാനലിന്റെ ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നിട്ട് കുറെ കാലം നമുക്ക് ബാർക്കിന്റെ ന്യൂസ് ഇത് പുറത്തേക്ക് അവര് വിട്ടിരുന്നില്ല.
കാരണം ഇതിലെ മാനിപ്പുലേഷൻസ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണത്. സംഭവിച്ചേക്കാം, കാരണം ഇതിൽ ടെക്നിക്കൽ എറർ വരാം, അലോകരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം, അതല്ലെങ്കിൽ ഈ ബാരോമീറ്റേഴ്സ് ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. അതൊക്കെ സംഭാവ്യമാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ട് വശങ്ങൾ മാത്രം എടുത്തു പോയി കഴിഞ്ഞാൽ ഇത്തരം ഡാറ്റാസിന് നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്പർ 1 നമ്പർ 2 എന്ന് പറയുമ്പോൾ ഈ ബാർക്കിന്റെ ഡാറ്റ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ 1, 2, 3 സ്ഥാനം പല കാറ്റഗറിയിൽ 1ാം സ്ഥാനം പറയുമ്പോൾ അതിന് താഴെ ഏറ്റവും ചെറിയ അക്ഷരത്തിൽ അതിന്റെ സോഴ്സ് എഴുതിയിട്ടുണ്ടാവും. അതാരും വായിച്ചു നോക്കില്ല, അതെന്താണെന്ന് പോലും ആർക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അതിൽ ഏത് TG ഗ്രൂപ്പാണ്, ഏത് ടൈം ബാൻഡാണ്, അതിന്റെ ഡാറ്റാസ് ഇടണം എന്നാണ് നിയമപരമായിട്ടുള്ളത്. അത് ഇടാറുണ്ട്, പക്ഷെ പലരും അത് വായിച്ചു നോക്കാറില്ല. അത് വായിക്കും പറയാൻ പറ്റും, ചിലപ്പോൾ 1 മണിക്കൂറിലായിരിക്കും അവർ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബാൻഡിലായിരിക്കും 1ാം സ്ഥാനം എത്തിക്കുക. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിങ്ങിന് അനുസൃതമായിട്ടാണ് അതിൻ്റെ പല ഡാറ്റാസും നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാം. പക്ഷെ അതിനിപ്പോൾ ഇതിനെ ഒരു ചാനൽ വാർ എന്ന രീതിയിലേക്ക് അതിനെ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് പറയുമ്പോൾ അത് പലതരത്തിലുള്ള ഇതിൽ നിന്നുള്ള ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പല ബൈഫർക്കേഷൻസ്, പല വിഭാഗങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊരു വിപുലമായിട്ടുള്ളൊരു ഒരു പഠന രേഖ പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? അതെ, ഇല്ല, കിട്ടുന്നത് ഒരു റോ ഡാറ്റയാണ് കിട്ടുന്നത്. ഓവറോൾ നമുക്ക് ഈ ഓൾ ഇന്ത്യൻ ചാനൽസിന്റെ റോ ഡാറ്റ കിട്ടും. അതിലൂടെ നമുക്ക് വേണ്ടുന്ന ഏരിയ, ഇപ്പോൾ കേരള ആണെങ്കിൽ കേരള, അതിൽ ഏത് TG ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ അതിന്റെ റോ ഡാറ്റ എടുത്തിട്ട് അതിനെ സെക്കൻഡ് സെഗ്മെന്റിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് ആ ഡാറ്റ നമുക്ക് വേണ്ടുന്ന ടെംപ്ലേറ്റ്, നമ്മൾ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടുന്ന ടെംപ്ലേറ്റ്സിലേക്ക് അത് മാറ്റിയിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു അനലോഗ് സർവേ നടത്തുന്ന അതേ മെത്തേഡ് തന്നെ ഇതിന്റെ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ്. അതിന്റെ അലോഗരിതം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ കാണുന്ന ടൈം, ഇതിന് വെച്ചിരിക്കുന്ന ബാരോമീറ്റേഴ്സ് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ജനസംഖ്യ അനുപാതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോഷ്യൽ എക്കണോമിക്കൽ ആയിട്ടുള്ള അവരുപയോഗിക്കുന്ന അതിന് കുറെ ക്വസ്റ്റനെയർ ഉണ്ട്. ആ രീതിയിലുള്ള ആൾക്കാരാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 1000 പേരെയോ അല്ലെങ്കിൽ 10,000 പേരോ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ഒരു പാരാമീറ്റർ വർക്ക് ചെയ്യുന്നത്. ആ ഒരു പാരാമീറ്ററിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു 4 പേര് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 4 പേർക്ക് 4 റിമോട്ടാണ് കൊടുക്കുന്നത്. അതാണ് അതിന്റെ മാനദണ്ഡം. അത് നമുക്ക് ഇതിന്റെ കാറ്റഗറി വരുന്നുണ്ട്. CS4 തൊട്ട് ഏജ് ഗ്രൂപ്പ് വെച്ചിട്ടാണ് അത് തരംതിരിക്കുന്നത്. അത് മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്. മെയിലിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ചായിരിക്കും അവർ ആ റിമോട്ടിൽ പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ അത് ഉപയോഗിച്ചിട്ടാണ് അവർ അത് വർക്ക് ചെയ്യാനുണ്ട്. അതിലൊരു എറർ വന്നേക്കാം. ഈ കാണുന്ന ആൾക്കാർ സാധാരണക്കാരാണ്. ഈ ബാരോമീറ്റേഴ്സ് വെച്ചിരിക്കുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ്. അത് വളരെ കുറ്റകരമാണ്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യണമൊക്കെ ഭയങ്കര കുറ്റകരമാണ്. അപ്പൊ അതിന്റെ പേരിൽ അവർ ആ സീക്രട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ മാറിപ്പോവാം. അച്ഛന്റെ റിമോട്ട് എടുത്ത് മോള് ഓപ്പറേറ്റ് ചെയ്താൽ മോളുടെ ഡാറ്റ അല്ല കയറുക, അച്ഛന്റെ ഡാറ്റ ആണ് കയറുക. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരാം. അപ്പൊ അതിന്റെ ഒരു ആക്യുറസി എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായ ആക്യുറസി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് മാർക്കറ്റിംഗ് ടൂളാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ജനപ്രിയ ചാനൽ എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് ഇതിനെങ്ങനെ എൻകാഷ് ചെയ്യുന്നു മാർക്കറ്റ്, ആ ചാനലുകാർ എങ്ങനെ ഇതിനെ എൻകാഷ് ചെയ്യുന്നു, അവിടെയാണ് അതിന്റെ ഒരു നേട്ടം. ഞാനെപ്പോഴും മാർക്കിനെ കാണുന്നത്, മാർക്കിനെ ഫോളോ ചെയ്ത് ഇപ്പം ഞാനൊരു ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളൊരു യൂത്ത് ചാനലിനൊക്കെ 2ാമത്തെ 3ാമത്തെ പൊസിഷനിലേക്ക് എത്തിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാർക്കിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. പക്ഷെ അത് അവിടെയല്ല, നമ്മൾ പ്രോഗ്രാമിങ്ങിലാണ് മാറ്റുന്നത്. ഇതിപ്പോ ചാനലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മാർക്കറ്റിംഗ് എക്സ്പെർട്സ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗിലുള്ള തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഓരോ ചാനലിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് വരുന്നത്. പണ്ട് അതായിരുന്നില്ല. പണ്ട് കണ്ടന്റ് മേക്കേഴ്സ് ആയിരുന്നു ഇതിനെ ഹാൻഡിൽ ചെയ്തിരുന്നത്. അത് എന്ന് മാർക്കറ്റിംഗിന് പോയി കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ബിസിനസ്സിലേക്ക് കൺവേർട്ട് ആവും. അത് പക്ഷെ അവിടെ വരുമ്പോൾ കണ്ടന്റിൽ അവരും പരീക്ഷണം നടത്തുന്നില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ എന്റർടൈൻമെന്റ് ചാനലിൽ സംഭവിക്കുന്ന ഒരു ഡ്രോബാക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഈ കണ്ടന്റിൽ വലിയ പരീക്ഷണം നടക്കുന്നില്ല. അപ്പോൾ ഒന്ന് മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്ന എല്ലാം വലിയ കോർപ്പറേറ്റ്സ് ആണ്. ആ കോർപ്പറേറ്റ്സുകൾ ചെയ്യുന്നതും അവരുടെ മാർക്കറ്റിംഗ് ഹെഡ്സ് പറയുന്ന കണ്ടന്റ്, അവർക്ക് എളുപ്പം വിൽക്കാൻ പറ്റുന്ന, ക്ലയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ഷോസ് അല്ലെങ്കിൽ പ്രീമിയം കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന സീരിയൽസ്, ഇവർ ആ പാറ്റേണിലുള്ള കണ്ടന്റ്സ് പോകുന്നു. ഒരിക്കലും ഒരു പരീക്ഷണം നടത്തുന്നില്ല. അങ്ങനെ പരീക്ഷണം നടത്തി വന്ന ചാനലായിരുന്നു ഫ്ലവേഴ്സ്. നമുക്ക് ശ്രീനാഥ് തുടങ്ങിയിട്ടുള്ള ചാനല് വ്യക്തമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് നമ്പർ 2 ചാനലിലേക്ക് ഒരു പൊസിഷനിൽ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പിന്നീട് സിയുടെ എൻട്രി വന്നപ്പോൾ അത് കണ്ടന്റ് വൈസ് ഇപ്പോഴത്തെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഈ എന്റർടൈൻമെന്റ് ചാനലിന്റെ ഒരു റേറ്റിംഗ് പൊസിഷൻ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ വീക്ക് 34 ഏഷ്യാനെറ്റിന്റെ ഒരു കാറ്റഗറി 733, സെക്കൻഡ് നിൽക്കുന്ന സി കേരളം നിൽക്കുന്ന 248, ഫ്ലവേഴ്സ് പിന്നെ തേർഡ് പൊസിഷൻ നിൽക്കുന്ന മഴവില്ല് 224 പോയിന്റ് GRP,
ആൻഡ് ഫ്ലവേഴ്സ് നിൽക്കുന്ന 188, സൂര്യ നിൽക്കുന്ന 176, അമൃത 47 ആൻഡ് കൈരളി 108. ഇടയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്ലവേഴ്സ് വളരെ മുമ്പിൽ വന്നായിരുന്നു. മുമ്പിൽ വന്നിരുന്നു. അത് ആ സമയത്ത് കണ്ടന്റിൽ ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ അതേ കണ്ടന്റ് തന്നെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അപ്പൊ അതിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല, പരീക്ഷണങ്ങൾ നടത്തില്ല. സി കേരളത്തിൽ ചേഞ്ചസ് വന്നത് അവരിപ്പോ പ്രൈം ടൈമിൽ അവർ നല്ല രീതിയിൽ പ്രൈം ഫിക്ഷൻ സോപ്പ് ഫിക്ഷൻസ് വെച്ചിട്ട് അവർ ഗ്രാജുവലി അത് പിടിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇൻഹൗസ് പ്രോഗ്രാംസ് കൂടി വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള GRP അവിടെ കയറും. ഏഷ്യാനെറ്റിലും അത്ര ഉണ്ട്. ഇപ്പൊ ഏഷ്യാനെറ്റിലും അതിൻ്റെ ഒരു പ്രീമിയം ഷോ ഉള്ളൂ. മറ്റേ ബിഗ് ബോസ് എന്നൊരു പ്രീമിയം ഷോ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന റേറ്റിംഗ്, ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ബിസിനസ് ബൂം, അങ്ങനെ പല കാര്യങ്ങളും അതിൽ വരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇപ്പോൾ ചാനലിൽ വരുന്നില്ല. അപ്പൊ അതിന്റെ പേര് തന്നെ വ്യൂവേഴ്സ് പലതും ഒരു ടിപ്പിക്കൽ, നമ്മളിപ്പോൾ കളിയാക്കി പറയാറുണ്ട്, ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മാത്രമേ ചാനൽസ് കാണുന്നുള്ളൂ എന്ന് വരുന്നു. ബാക്കി എല്ലാവരും ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ആയി. അതൊരു വാസ്തവമാണ്. പക്ഷെ അതിനെ കോമ്പറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടന്റ്, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇവിടെ ഒരു ചാനൽ ഡെലിവർ ചെയ്യുന്നില്ല. അപ്പൊ അതിനൊരു മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാം മാർക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഇപ്പൊ വരുന്ന എല്ലാ ചാനലിലും ബിഗ് പ്ലേയേഴ്സും. ഈ ഒരു രസകരമായിട്ടുള്ള കാര്യം, ഈ എന്റർടൈൻമെന്റ് ചാനലുകളുടെ ഈ കണ്ടന്റിന്റെ ചെറിയ വ്യത്യാസം അത് മുതലെടുക്കുന്നത് ന്യൂസ് ചാനലുകളാണ്. കുറച്ചുകൂടി എന്റർടൈനറായി. അല്ല, ഇപ്പൊ ന്യൂസ് ചാനൽസ് എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് വരുന്ന സമയത്ത് 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ കയറി നിൽക്കുന്നത് 24 ആയിരുന്നു. അത് മോശമല്ല. ഇത് ഇങ്ങനത്തെ ഇൻസിഡന്റ് പണ്ടുണ്ടായിരുന്നു. പണ്ട് ദിലീപ് ഇഷ്യൂ വരുന്ന സമയത്ത് 3rd പൊസിഷനിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കയറിയിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആൻഡ് ഗോസിപ്പ് ന്യൂസുകളാണ്. നെഗറ്റീവ് ന്യൂസുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ അത് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ അർജുൻ ഇഷ്യൂ വന്നു തുടങ്ങിയപ്പോഴാണ് വീക്ക് 31 തൊട്ടാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. വീക്ക് 31 അർജുൻ ഇഷ്യൂ റിപ്പോർട്ടർ കുത്തിപ്പൊക്കെ ആവശ്യമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പുറത്തേക്ക് അറിയിക്കുക എന്നുള്ളത്. അതിന് വേറെ തലത്തിലേക്ക് ഒരു ഡേ ബാൻഡ് കംപ്ലീറ്റ് അവർ അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ ആ ഒരു ആഴ്ച കംപ്ലീറ്റ് അഡ്വർടൈസ്മെന്റ് വിത്തൗട്ട് എനി ബ്രേക്ക്. അതെ. അപ്പൊ അത്രയും ഇൻസിഡന്റ് ആൾക്കാർക്ക് സസ്പെൻസ് ആണ്. അവനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമുണ്ട്. മുഴുവൻ ടൈമായി 1 വീക്ക് അവർ കൊണ്ടുപോയി. അതിനെ 1 വീക്ക് കൊണ്ടുപോയി ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ചാനലും ഫോളോ ചെയ്തു. ആൻഡ് ഫൈനലി അപ്പോഴത്തേക്കും റിപ്പോർട്ടറും ശരിക്കും റിപ്പോർട്ടറും 24 ആയിരുന്നു ഏറ്റവും നല്ല അന്ന് ഒരു നല്ലൊരു വാറുണ്ടായിരുന്നു. വാർ എന്ന് പറയുന്ന രീതിയിൽ നെക്ക് ടു നെക്ക് നിന്നിരുന്നു. പക്ഷെ റേറ്റിംഗ് വന്നപ്പോൾ റീച്ച് കുറച്ച് കൂടുതലായതിന്റെ പേരിൽ 24 വന്നിട്ട് നമ്പർ 1 ആയി. ഏഷ്യാനെറ്റിനെ ഓട്ടോമാറ്റിക്കലി ഒരു പൊടി താഴ്ത്തി പിടിച്ചു. ദെൻ സെക്കൻഡ് വീക്കിൽ വന്നപ്പോഴത്തേക്കും വയനാട് ലാൻഡ് സ്ലൈഡ് വന്നു. അത് 2 ആഴ്ച പോയി. ഇനിയിപ്പോൾ 3ാമത്തെ ആഴ്ച അറിയാൻ പോണു. ഇപ്പൊ സിനിമ ഇഷ്യൂസ് വരുന്നു, അതും ചിലപ്പോൾ റേറ്റിംഗ് കയറും. ദെൻ ഇപ്പോൾ കറന്റ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പൊളിറ്റിക്സിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, പൊളിറ്റിക്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏഷ്യാനെറ്റിന്റെ ഇതിലേക്കാണ് ആൾക്കാർ പോകും. അത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അതിന് ഉത്തരമില്ല. ദീർഘകാലത്തെ ഒരു ആദ്യം ചാനൽ വെച്ച് നോക്കുന്ന ഒരു ഹാബിറ്റുള്ള ആൾക്കാർക്ക് നോർമലി നമ്മൾ സംസാരിക്കും പറയാൻ പറ്റും. ആദ്യം ഏഷ്യാനെറ്റ് വെച്ച് നോക്കും, പിന്നെ 24 വെച്ച് നോക്കും, പിന്നെ അടുത്തുള്ള ചാനലിലേക്ക് പോകും. അപ്പൊ സെക്കൻഡ് കഴിഞ്ഞിട്ട് വരുന്ന 3rd, 4th, 5th ചാനൽ വെച്ചാൽ അവർക്കൊരു ലോയൽ വ്യൂവേഴ്സ് ഇല്ല. പാസിംഗ് വ്യൂവേഴ്സ് ആണ്, വന്നു പോകുന്ന വ്യൂവേഴ്സ് ആണുള്ളത്. അപ്പൊ ഈ വ്യൂവേഴ്സിനെ ശരിക്കും നമുക്ക് പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ഞങ്ങളെപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 1ാമത്തെ 2ാമത്തെ ചാനലിനായിട്ടല്ല കോമ്പറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3ാമത്തെ ചാനൽ കോമ്പറ്റ് ചെയ്യണത് 4ഉം 5ഉം 6ഉം ചാനലിൽ നിന്ന് ആൾക്കാരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് പഠിക്കേണ്ടത്. ദെൻ അതിനനുസരിച്ചുള്ള കണ്ടന്റ് പ്ലാനിങ് വെച്ചിട്ട് വേണം അവർ നമ്പർ 1. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു GRP ഒരു ഗ്രോത്ത് ഇങ്ങോട്ട് വരും. ആ ഗ്രോത്ത് കൊണ്ട് നമുക്ക് സെക്കൻഡിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ളൊരു ഒരു സ്ട്രാറ്റജി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ അത്തരം കോർപ്പറേറ്റ് കമ്പനികൾ അങ്ങനെയുണ്ട്. സ്ട്രാറ്റജി മാനേജേഴ്സ് ഉണ്ട്, അവർ പ്ലാനേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ പല സ്ഥലത്ത് അത് അങ്ങനത്തെ ഒരു പോസ്റ്റ് കണ്ടിട്ടില്ല. പണ്ട് ഇത് ചെയ്തിരുന്നത് കണ്ടന്റ് ബിസിനസ് ഹെഡ് അല്ലെങ്കിൽ ചാനൽ ഹെഡ് ആയിരിക്കും ഇതൊക്കെ ചെയ്തിരുന്നത്. ആ ഒരു പാറ്റേൺ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനൊരു പരിധി വരെ ബാർക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ബാർക്ക് എന്നുള്ളത് എല്ലാവർക്കും ആക്സസിബിൾ അല്ല. അതായത് ഇത് ഇപ്പോൾ ഒരു ചാനലിലാണെങ്കിൽ ശരി, ബാർക്കിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ക്ലാസ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് പണ്ട് കിട്ടിയിരുന്നു അങ്ങനെ ഏഷ്യാനെറ്റിലൊക്കെ. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് നമുക്ക് കിട്ടണം. അത് കണ്ടന്റ് ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് ചാനലാണെങ്കിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർക്ക് എന്താണ് ബാർക്ക്, എന്താണ് റേറ്റിംഗ്, ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് കൂട്ടാൻ പറ്റുക, അല്ലാതെ ഒന്നും അറിയാതെ നമുക്ക് ഇതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ബേസിക്കലി ഇതിന്റെ ടെക്നോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അൽഗോരിതം അതിന്റെ ചെറിയൊരു മാറ്റം വന്നതിന്റെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അത് ആരും ക്ലെയിം ചെയ്തിട്ടില്ല. പണ്ട് നമുക്ക് ലാൻഡിംഗ് പേജ് എന്ന് പറയും, നമ്മൾ ഓരോ സെഗ്മെന്റിന്റെ ലാൻഡിംഗ് പേജ്. ആ ചാനൽ ന്യൂസ് ചാനൽ ആദ്യം വരുന്ന ചാനൽ അത് പൊതുവെ പ്രീമിയം എമൗണ്ടിൽ പോകുന്ന ഒരു സ്ലോട്ടാണ് ലാൻഡിംഗ് പേജ് എന്നുള്ളത്. അപ്പൊ ആ ലാൻഡിംഗ് പേജിൽ ഇപ്പോൾ റീഡ് ചെയ്യുന്നുണ്ട്. പണ്ട് ലാൻഡിംഗ് പേജ് റീഡ് ചെയ്യില്ല.
പണ്ട് ലാൻഡിംഗ് പേജ് റീഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലാൻഡിംഗ് പേജ് റീഡിംഗ് ഉണ്ട്. അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല ആരോട്. പക്ഷെ അത് നമ്മുടെ ടാമിന്റെ ഈ ഇത് പഠിക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് അത് ഹൈലി പെയ്ഡാണ്. ലാൻഡിംഗ് പേജിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേടിക്കുന്ന എമൗണ്ട് ഡെഫിനറ്റ്ലി പ്രീമിയം എമൗണ്ട് ആണ് മേടിക്കുന്നത്. ഒരു കൊല്ലത്തേക്ക് അതിന് വലിയൊരു എമൗണ്ടാണ് പറയുന്നത്, പുറത്ത് പറയുന്നില്ല. പല ചാനലിലും പല ഇതുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അലോകരുതങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ടെക്നിക്കലി നമുക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ പേരിൽ അത് മാറുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതനുസരിച്ച് നമ്മൾ കണ്ടന്റിലും പാക്കേജിങ്ങിലും ഇതിൽ ശരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള പഠനം കൊണ്ടുള്ള ഗുണം ഈ കണ്ടന്റ് പാക്കേജിങ്, കസ്റ്റമർ ബിഹേവിയർ കൂടുതൽ വേണ്ട കാര്യം. പക്ഷെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് രണ്ട് തലത്തിലാണ്. എന്റർടൈൻമെന്റും ന്യൂസും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ന്യൂസ് ചാനലിൽ ചെയ്യുന്ന ഒരു പാറ്റേണിലല്ല എന്റർടൈൻമെന്റ് ചാനലിന്റെ ബാർക്ക് അനലൈസ് ചെയ്തിട്ട് കണ്ടന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ന്യൂസ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ന്യൂസ് എന്റർടൈൻമെന്റ് ചാനലിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പ്രൈം ബാൻഡ് ആൻഡ് നോൺ പ്രൈം ബാൻഡ്, PT ആൻഡ് നോൺ NPT എന്ന് പറയുന്ന 2 ബാൻഡ് വെച്ചിട്ടാണ് കളിക്കാറുള്ളത്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്. നമുക്കൊരു ചെറിയൊരു പ്ലാനിങ് ഉണ്ടാവും. NPയിൽ എത്ര കിട്ടണം, PTയിൽ എത്ര കിട്ടണം എന്നുള്ളത്. ന്യൂസിൽ അങ്ങനെയല്ല. ന്യൂസിൽ എനി ടൈം പ്രൈം ബാൻഡാണ്. കാരണം അത് ഡിപ്പെൻസ് ഇവന്റ്സ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പാതിരാത്രിയാണ് പറഞ്ഞെങ്കിൽ ആ പാതിരാത്രി പ്രൈം ടൈം മാറും. അതെ, അതിന് എക്സാമ്പിൾ തുടങ്ങി വെച്ചത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് 24 തന്നെയാണ്. ഇപ്പൊ ശ്രീകണ്ഠൻ നായർ രാവിലത്തെ ബാൻഡിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്ന പാറ്റേൺ വളരെ ബ്രില്യന്റ് ആയിരുന്നു. അത് റേഡിയോ പണ്ട് എങ്ങനെയാണോ പുള്ളി ഡെവലപ്പ് ചെയ്തത് അതേപോലെ തന്നെയായിരുന്നു. പണ്ട് എന്റർടൈൻമെന്റ് ചാനലിലായിരുന്നു ഈ നോൺ പ്രൈം ബാൻഡിൽ അല്ലെങ്കിൽ ഈ മോർണിംഗ് ബാൻഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് വരുന്നു അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വരുന്നു, ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നത്. അതിലും അന്ന് ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് വെച്ചാൽ അത് ഇതായിരുന്നു, ഓൾറെഡി എന്താ പറയാ, ഓഡിയബിൾ ആയിരുന്നു. വീട്ടിൽ നിന്ന് വീട്ടമ്മമാർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റാണ് കൊടുത്തിരുന്നത്. വിഷ്വൽ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കുറവായിരുന്നു. ഇപ്പൊ ഈ ന്യൂസിൽ വരുന്നപ്പോൾ അതാണ് ചെയ്യുന്നത്. പണ്ട് നമ്മുടെ റേഡിയോ, നമ്മുടെ പഴയ കാലത്ത് ഒരു 80s ഉം 90s ഒക്കെ റേഡിയോ നമ്മുടെ ഹാബിറ്റ് ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകുന്ന പാറ്റേൺ, പ്രഭാത വേദി തൊട്ട് ഓരോ ന്യൂസ് നമുക്കറിയാം ഇന്ന സമയമായി എന്നുള്ളത്. ക്ലോക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ ഇപ്പൊ ടെലിവിഷന്റെ മോർണിംഗ് ഷോ ബാൻഡുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ഇരുന്ന് കാണുന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ TV ഓൺ ചെയ്തിട്ട് കേൾക്കുന്ന ഒരു റേഡിയോന് പകരമായിട്ട് വെക്കുന്നത്. കാരണം റേഡിയോ ഇപ്പൊ അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരു ഡെവലപ്മെന്റ് റേഡിയോ വന്നിട്ടില്ല. FM റേഡിയോ അങ്ങനെ വന്നില്ല, വിചാരിച്ച പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ടെലിവിഷന് വളരെ ഗുണം ചെയ്തു. അപ്പൊ മോർണിംഗ് ബാൻഡ് ഡെവലപ്പ് ചെയ്തത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അതെ, തീർച്ചയായിട്ടും അതെ. അത് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് പുള്ളി ചെയ്ത് ഡെവലപ്പ് ചെയ്തോണ്ടുന്നു. ആൻഡ് നൈറ്റ് ബാൻഡും ഇപ്പോൾ ഓൾറെഡി അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ശ്രീകണ്ഠൻ നായർ ചെയ്തെന്ന് വെച്ചാൽ അതിനെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കൊണ്ടുവന്നു. ന്യൂസിന്റെ ബലപ്പെടുത്തില്ലാതെ ഒരു ട്രഡീഷണൽ ന്യൂസ് ഡെലിവറി സിസ്റ്റം മാറ്റി വെച്ചിട്ട് വളരെ കാഷ്വൽ ആയിട്ട് കൊണ്ടുവന്നു പറഞ്ഞു. അതിനിപ്പോ തിരിച്ചു ഉത്തരം കൊടുത്തു ആൾക്കാർ എന്തൊക്കെയോ മുണ്ടെടുത്ത് വന്നത് ചേഞ്ച് ആണോ, അതൊക്കെ അവർ തമ്മിലുള്ള വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം കൊടുക്കുക. ഇതില് നമ്മൾ ഇത് പറഞ്ഞ പോലെ വാറിന്റെ കാര്യം പറഞ്ഞു, ഓൾ ഈസ് ഫെയർ ലവ് ആൻഡ് വാർ എന്ന് പറഞ്ഞ പോലെ ചാനലിലും എന്തും ഫെയർ ആണ്. നമുക്ക് അതിൽ എത്തിക്സും അല്ലെങ്കിൽ പഴയ കാര്യം നോക്കിയിട്ട് കാര്യം, ഗ്രാമറുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. പുതിയ ഈ അലോകരത മാറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവിംഗ് ഹാബിറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥരായിട്ടുള്ള ഒരു തലമുറയാണ് നമ്മളടക്കം. ഇപ്പൊ നമ്മുടെ ഏജ് ഗ്രൂപ്പ് പോലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒന്നിനും തൃപ്തിയില്ല. ഇത് തന്നെ കണ്ടന്റിലുണ്ട്, സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ടെലിവിഷനിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് പക്ഷെ കണ്ടന്റ് മാറുന്നില്ല. അപ്പൊ സിനിമയിലേക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അത്രയും മാറ്റങ്ങൾ ടെലിവിഷനിൽ വരുന്നില്ല. അതിന് ശരിക്കും മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ ബാർക്ക് പോലത്തെ സ്റ്റഡീസ് ശരിക്കും യൂസ് ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ അതിനെ ചാനൽ മാനേജ്മെന്റ്, ചാനൽ കണ്ടന്റ് ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നമുക്ക് ഒന്നുകൂടി ഒരു ന്യൂസ് ചാനലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ വളരെ ചെറുതല്ലേ? അല്ല, ഇപ്പോഴത്തെ ഗ്യാപ്പ് വളരെ മൈന്യൂട്ട്. ഇപ്പൊ ലാസ്റ്റ് വീക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത് 24 ന്യൂസിന് ലാസ്റ്റ് വീക്കിൽ 132.7 റൂൾഡ് ഡാറ്റ വരുന്നത്. റൂൾഡ് ആൻഡ് അൺറൂൾഡ് ഡാറ്റ എന്നുള്ള 2 ഡാറ്റ വരുന്നുണ്ട്. പക്ഷെ അൺറൂൾഡ് ഡാറ്റ നമുക്ക് റിവീൽ ചെയ്യാൻ പാടില്ല. അത് ഇന്റേണൽ സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കേണ്ട സാധനമാണ് അത്. കാരണം അത് എവറി ഡേ ഓരോ ദിവസത്തിന്റെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതിന്റെ ഡാറ്റ എടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷെ അത് അവർക്ക് മാർക്കറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. റൂൾഡ് ഡാറ്റ ഉപയോഗിക്കുക. റൂൾഡ് ആണെങ്കിൽ വീക്കിലി ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുക. അത് വരുമ്പോൾ തന്നെ 132.7 ഏഷ്യാനെറ്റിന് 24 ന്യൂസിലുണ്ട്. തൊട്ട് ബാക്കിലുള്ള ഏഷ്യാനെറ്റ് 132.2 നിൽക്കുന്നുണ്ട് ലാസ്റ്റ് വീക്കിൽ. ഈ വരാൻ പോകുന്ന വീക്ക്, മറ്റന്നാൾ വ്യാഴാഴ്ച വരാൻ പോകുന്നതിൽ ചിലപ്പോൾ ഇത് മാറിയേക്കാം. കാരണം ഇത് ഒരുപക്ഷെ ഏഷ്യാനെറ്റ് തന്നെ അഗൈൻ നമ്പർ 1 ആയേക്കാം, അല്ലെങ്കിൽ 24 ആയിരിക്കും. ഈ ഒരു ചെറിയ വേരിയേഷൻ നമുക്ക് വലിയൊരു സംഭവമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് വരുമ്പോഴത്തേക്കും വളരെ നാരോ ഡിഫറൻസേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു
അത് ഒരു ഫോർകാസ്റ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും പറ്റും അത്. കാരണം വെച്ചാൽ അത് വളരെ രസകരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. വീക്ക് 31 മുതൽ 34 വരെ ഇപ്പൊ ലാസ്റ്റത്തെ വീക്കിൽ വരെ വന്നിട്ടുള്ളത്. കാരണം അത് നമ്മുടെ അർജുന്റെ മിസ്സിംഗ് തൊട്ട് വരുന്ന സമയത്ത് തന്നെ ഒരു ഗ്രോത്ത് വരണേ 24-നും റിപ്പോർട്ടറിനും ഒക്കെ. 24 150 എത്തി. 150 വെച്ചാൽ ഏകദേശം എന്റർടൈൻമെന്റ് ചാനൽസിന്റെ റേറ്റിംഗിലേക്ക് എത്തി നമ്മളത്. ദെൻ 165 അടുത്ത വീക്കിൽ വന്നു. ആൻഡ് വീക്ക് 33 ആയി കഴിഞ്ഞപ്പോൾ 157 വന്നു. ആൻഡ് വീക്ക് 34 ലാസ്റ്റ് വീക്കിൽ 132ലേക്ക് ഒരു ചെറിയൊരു ഡ്രോപ്പ് വന്നു അതിൻ്റെ ഉള്ളിൽ. അതായത് പീക്ക് കഴിഞ്ഞു, വയനാടിന്റെ ഒരു പീക്ക് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഏഷ്യാനെറ്റിന്റെ ഗ്രോത്ത് തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് ലാസ്റ്റ് വീക്കിലായപ്പോ. ഇടയ്ക്ക് ഒന്ന് ഡ്രോപ്പ് വന്നിരുന്നു, നന്നായിട്ട് 10 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. വീക്ക് 32-ലും 33-ലും ഒരു 10 പോയിന്റിന്റെ ഡിഫറൻസ്, നല്ല ലീഡായിരുന്നു 24-ന് കിട്ടിയത്. സെയിം ടൈം വീക്ക് 34 ആയി കഴിഞ്ഞപ്പോൾ 132.2 ഉള്ളൂ. അതായത് വളരെ മൈന്യൂട്ട് പോയിന്റ് ഡിജിറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിനെ നമ്മൾ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ പറയാൻ പറ്റുള്ളൂ. കാരണം അതിൽ വീണ്ടും സൂക്ഷ്മമായിട്ട് ഏഷ്യാനെറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാൻഡ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടിയേക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന് നമ്മൾക്ക് മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല, ഒരു മത്സരത്തിന് വേണ്ടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ടൈം ഗ്രോത്ത് ശരിക്കും ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അത് അവർ കുറഞ്ഞുവെങ്കിൽ പോലും 110.5 എന്ന ഒരു നല്ലൊരു സേഫ് ഡിജിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇനിയുള്ളത് കമ്മിങ് വീക്കുകൾ ഭയങ്കര ക്രൂഷ്യലാണ് ഇത്തരത്തിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ. എന്താ കാരണം വെച്ചാൽ, ഇപ്പോ അർജുൻ ഇഷ്യൂ, വയനാട് ലാൻഡ് സ്ലൈഡ്, അത് കഴിഞ്ഞിട്ട് സിനിമ, അതെല്ലാം ഭയങ്കര ഹോട്ടായിട്ട് നിൽക്കുന്ന ന്യൂസുകളാണ്. അടുത്തൊരാഴ്ച കൂടി ഇതിന്റെ ഒരു ഹാങ് ഓവർ കിടക്കും. കാരണം ഈ സിനിമയുടെ ഫസ്റ്റ് റീഡിങ് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ബാക്കി വരുന്നത് അടുത്ത ആഴ്ച കഴിയും. അവിടെ പക്ഷേ ഈ ഒരു ഗ്രോത്ത് ചിലപ്പോൾ നിന്നോളണമെന്നില്ല. ദെൻ വീണ്ടും പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ കറണ്ട് വീക്ക്. അപ്പൊ നെക്സ്റ്റ് വീക്ക് വരുമ്പോഴത്തേക്കും, ഈ നെക്സ്റ്റ് കമ്മിങ് ബാർക്കല്ല, അതും കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ വന്നേക്കാം. ന്യൂസ് ചാനൽസിന്റെ റേറ്റിംഗിന് ഡ്രോപ്പ് വരും. ഇതൊരു ഫോർകാസ്റ്റിംഗ് പോലെയാണ്. കാരണം ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു ചാനലിന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. കാരണം ഇവർ ഉപയോഗിക്കുന്ന മെക്കാനിസം അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ആസ് ഒരു നോർമൽ വ്യൂവർ എങ്ങനെയായിരിക്കും ചാനൽ കാണാം, ലാഗ് ഇല്ലാത്ത രീതിയിൽ ന്യൂസ് പ്രസന്റേഷൻ ഉണ്ടാവുക, വെറൈറ്റി ന്യൂസ് ഉണ്ടാവുക. അപ്പൊ അവിടെ ചിലപ്പോൾ റിപ്പോർട്ടറെ കുറിച്ച് താഴെ പോയേക്കാം. കാരണം അവർ വീണ്ടും പഴയ പോലെ തന്നെ ഒരു ഫുൾ ഡേ ഒക്കെ ഒരു ന്യൂസിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി വന്നു. അപ്പോൾ ബാക്കിയുള്ള കുറെ ഹാപ്പനിങ്സ് നടക്കുന്നതൊക്കെ അവർ സൗകര്യവും മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ബാലൻസ് ചെയ്ത് പോന്നിട്ടുള്ളത് 24-ഉം ഏഷ്യാനെറ്റും മാത്രമാണ്. പക്ഷെ അവിടെയും 24 ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം അവർ കുറച്ചുകൂടി അഗ്രസീവ് ന്യൂസ് പ്രസന്റേഷൻ ആണ് അവർക്കുള്ളത്. കമ്പാരിറ്റീവ്ലി ഏഷ്യാനെറ്റ് ന്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് ഇപ്പോഴും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാർന്നവരുടെ പോലെ തന്നെ എല്ലാം യഥാതഥ നടക്കണം എന്നുള്ള ഒരു സാധനമാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്ന സമയത്തേക്ക്, ഒരുപക്ഷെ പ്രൈം ടൈം ഡിബേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വ്യൂവേഴ്സ് ആദ്യം പൊളിറ്റിക്കൽ ഇഷ്യൂ, പല പൊളിറ്റിക്സ് പാർട്ടിയും ഏഷ്യാനെറ്റ് അഗൈൻസ്റ്റ് ആണെങ്കിൽ പോലും ആൾക്കാർ അതിലേക്ക് വന്ന് നോക്കാനുള്ള ഒരു ട്രാഫിക് കൂടുതലും ഓട്ടോമാറ്റിക്കലി അത് GRP കൂടാനും സാധ്യതയുണ്ട്. എന്റെ ഒരു ഫോർകാസ്റ്റ് ഈ പറഞ്ഞ ഗ്രോത്ത് ഇപ്പൊ ഈ ഒരു ഗോൾഡൻ വീക്ക് കഴിഞ്ഞു, ഗോൾഡൻ വീക്സ് ഈ ഒരു 4 വീക്ക് കഴിഞ്ഞു. ഇനിയുള്ളത് ഡ്രോപ്പ് ആണ്. ന്യൂസ് ചാനലിൽ കുറച്ച് ഡ്രോപ്പ് വന്നിട്ട് ഞാൻ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും. പണ്ടത്തെ പോലെ ഒരു 90, 100-ന് താഴെ 60-ന് മുകളിൽ എന്നുള്ള ഒരു GRP സ്റ്റൈലില് 1, 2, 3 സ്ഥാനത്തേക്ക് നിൽക്കും. ഇപ്പൊ നമ്മൾ 3-ന് ശേഷമുള്ള ചാനൽ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട കാര്യമില്ല. അത് രണ്ടാമത്തെ ചാനലും 3-ാമത്തെ ചാനലും പഠിച്ചാൽ മതി. താഴത്തുള്ള ചാനൽസിന്റെ കാര്യം നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ അതൊരു കോമ്പറ്റീഷൻ നമുക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അതും അവര് സ്റ്റഡി ചെയ്യേണ്ടത് തൊട്ട് മുകളിലേക്ക് പോകാൻ തന്നെയാണ്. ഇപ്പൊ മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും ബ്രാൻഡുകൾ നല്ലതാണ്, എന്നിട്ടും അവർക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ മീഡിയ വൺ ആണെങ്കിലും ശരി, ഇവർക്കൊക്കെ 3 പേർക്കും പത്രത്തിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട്, എന്നിട്ട് പോലും അവർക്ക് കയറാൻ പറ്റില്ല. കാരണം മീഡിയ വൺ ഒരിക്കൽ കയറിയിരുന്നു നന്നായിട്ട്, അന്ന് പക്ഷെ ഒരു മാനിപ്പുലേഷൻ പറഞ്ഞു കേട്ടിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പടയേന്ന് താഴത്തേക്ക് പോയി ജനവും മീഡിയ വൺ. അപ്പോൾ സംതിങ് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു പക്ഷെ അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, അറിയാനും പറ്റില്ല അതിന്റെ വാസ്തവികത, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് അത് ശരിക്കും നിയമപരമായിട്ട് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. നമുക്ക് തള്ളിക്കളയാം, തൽക്കാലത്തേക്ക് തള്ളിക്കളയാം അത്തരം ഇഷ്യൂസിനെ. മാനിപ്പുലേഷൻ നടക്കാതിരിക്കാം. കാരണം ഒരു 4 വീട് നമുക്ക് തിരിച്ചറിഞ്ഞാൽ പോലും നമുക്ക് മെഷർമെന്റ് മാറ്റാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ബാക്കിൽ വെച്ചത്. 4 വീട്ടിൽ കംപ്ലീറ്റ് ഒരു ചാനൽ ഒരു പ്രോഗ്രാം കാണണമെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അത് ലീഗലി കുറ്റകൃത്യം അതിന്റെ പേരിൽ ആരും ചെയ്യില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ചെയ്തുകൂടുന്നില്ല. അവിടെ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വലിയ വിഷയങ്ങൾ കോംപ്ലിക്കേഷൻ ആവും അതിൻ്റെ. പക്ഷെ ഇതിന്റെ വിശ്വസനീയത ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതിലാണ്. കാരണം ഇത് മാത്രമല്ല നമുക്ക് ചാനലിന്റെ 1, 2, 3 സ്ഥാനത്തെ ഒരു വിജയം എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ബാർക്കിന്റെ ഡാറ്റാസ്, ഈ ഡിജിറ്റ്സ് 3 അക്കം ഡിജിറ്റ് ആവുന്നത് ഇപ്പോഴും നല്ലതല്ല. 3 അക്കം ഡിജിറ്റ് ആണെങ്കിൽ അവർക്ക് അത് സെല് ചെയ്യണ സമയത്ത് അടുത്ത ക്വാർട്ടർ വരുമ്പോൾ
ഒരു പക്ഷേ ഇതിപ്പോൾ റേറ്റിംഗ് കൂടിയ ഉടനെ ഇവർക്ക് ബിസിനസ് ചിലപ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്ത ക്വാർട്ടർ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടുത്ത ഒരു Q1 വരുമ്പോഴത്തേക്കും അതിന്റെ പ്രസന്റേഷനൊക്കെ നമ്മൾ ഇത്രയും സ്റ്റഡി ആയിട്ട് പോയി ഗ്രോത്ത് ഉണ്ട് ചാനലിന്. ഇപ്പോൾ റിപ്പോർട്ടർക്ക് 100% ആണ് ഗ്രോത്ത് ഉള്ളത് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് ആസ്പെക്ടിൽ നോക്കുമ്പോൾ കൂടുതൽ ഈ കേക്ക് സ്ലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നേരത്തെ ഇപ്പോൾ ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും മാത്രം കട്ട് ചെയ്ത് പക്ഷെ അവർക്കുള്ള ഇതിലിപ്പോ എന്താ അറിയോ, ഇപ്പൊ ഇത്തരം ചാനൽസിന്റെ പ്രത്യേകത മെയിൻ പ്ലേയേഴ്സിനുള്ള കേക്ക് അവിടെ ഉണ്ട്. അത് ഓൾറെഡി ക്ലയൻസ് അലോക്കേഷൻ ഇപ്പോഴും നമുക്ക് Q1 അവർക്ക് തന്നെ ഇത്ര എമൗണ്ട് കിട്ടും. അതിൽ വേരിയേഷൻസ് വരും. ഇപ്പോ സാറ്റലൈറ്റ് ചാനൽസിന്റെ മാർക്കറ്റിംഗ് ആര് ഏറ്റവും കോമ്പറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ ആയിട്ടാണ്. അതിന്റെ പേര് തന്നെയാണ് എല്ലാ ചാനലുകാരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതോടൊപ്പം തന്നെ ശക്തി പ്രാപിക്കുന്ന രീതിയിൽ അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത്. കാരണം ഡിജിറ്റലിൽ അവരിപ്പോ പല രീതിയിലും ഒരു ഇൻക്രിമെന്റ് ആവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം രണ്ട് വ്യൂവേഴ്സ് ആണ്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ടെലിവിഷൻ TV സെറ്റ് കാണുകയും അതല്ലാത്ത യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രാവലിംഗ് ആൾക്കാരൊക്കെ ഫോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസിലോ കാണുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും ന്യൂസ് അറിയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. പല ചാനലിലെയും ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെപ്പറേറ്റ് ആണ്, സാറ്റലൈറ്റ് മാർക്കറ്റ് രണ്ടും സെപ്പറേറ്റ് ആണ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും കൂടി മെർജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും ബുദ്ധിപരമായിട്ടുള്ള നീക്കം. കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഒരു ട്രഡീഷണൽ TV സ്പെൻഡ് ചെയ്യുന്ന വരുമാനം അല്ലെങ്കിൽ ഒരു സ്പെൻഡ് ഒരിക്കലും ഡിജിറ്റലിൽ കിട്ടത്തില്ല. പക്ഷേ ഈ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ അതിന് ഏകദേശം ഒരു ആനുപാതികമായിട്ടൊക്കെയാണ് ഈ ഡിജിറ്റൽ വ്യൂവർഷിപ്പും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു മാർക്കറ്റിന്റെ ആധികാരികത നമ്മൾ അംഗീകരിച്ച് പൂർണ്ണമായിട്ട് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഒരു ചാനലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത് വർക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ തന്നെ സയന്റിഫിക് മെത്തേഡ് തന്നെയാണ്. നമുക്ക് ഞാനൊരിക്കലും പലരും ഞങ്ങളൊക്കെ ചാനലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പറയാറുണ്ട് ബാർക്ക് റേറ്റിംഗ് താഴെ പോകുമ്പോൾ പറയും ബാർക്കിൽ മാനിപ്പുലേഷൻ നടക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കാത്ത ഒരാളാണ്. കാരണം ഇതൊരു മെക്കാനിസം ആണ്, ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മിസ്റ്റേക്സ് വരാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡാറ്റയുടെ എണ്ണം ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി പാരാമീറ്റേഴ്സ് വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 50,000 അവരെ കണക്കും തോന്നുന്നു. അതിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി GRP കുറയും. ഡെഫിനറ്റ്ലി എണ്ണം കൂടുമ്പോൾ ബാർക്ക് മീറ്റേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഒരിക്കലും GRP കൂടില്ല, കുറയുള്ളൂ. പക്ഷേ ആക്യുറസി കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ചേഞ്ചസ്, ഒരു റെവല്യൂഷൻ സംഭവിച്ചേക്കാം. പക്ഷെ അതുവരെ ബാർക്ക് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ടൂൾ മാത്രമായിട്ട് കണക്കാക്കുക. ദെൻ ഇതിന് PR വേണ്ടി ഉപയോഗിക്കാം ചാനലിൽ. പക്ഷെ ഇതൊരു വലിയൊരു വാറായിട്ട് TRP എല്ലാവരും പറയുന്നത്, പൊളിറ്റീഷ്യന്മാർ പോലും പറയുന്നുണ്ട് നിങ്ങൾ TRPക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ തീറ്റ, അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അതല്ല. അത് പക്ഷെ എല്ലാ റിപ്പോർട്ടേഴ്സിനോട് ചോദിച്ചറിയാൻ പറ്റും. അവർക്ക് ബാർക്ക് ആക്സസ് പോലും ഉണ്ടാവില്ല. ഒരു നോർമലി ഒരു ഫീൽഡിൽ പോകുന്ന റിപ്പോർട്ടർക്ക് ഒരു പക്ഷെ ബാർക്കിന്റെ ഡാറ്റ അനലൈസിംഗ് സിസ്റ്റം അറിയണമെന്നില്ല. ഒരു ചാനൽ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരു കോഴ്സിലും ബാർക്കിന്റെ ഇപ്പൊ അക്കാഡമിക്കായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സിലും ബാർക്കിന്റെ ഒരു ഡീറ്റെയിലിംഗ് സാധനങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അത് സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ വേണം. ഇതിന്റെ റിസർച്ച് എന്താണ്, അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇത്രയും കൊല്ലം കൊണ്ട് ഇപ്പൊ ടാമിന്റെ പിന്നാലെ വന്നു, ബാർക്കിലേക്ക് വന്നു, സ്റ്റിൽ ഇപ്പോഴും ചാനലിൽ നിന്ന് മാറിയിട്ടും ഈ ചാനൽ സ്റ്റഡീസ് കൊണ്ടാണ് ഇത് നല്ലൊരു വിഷയമാണ്. വളരെ എണ്ണം കുറച്ച് പേരേ ഉള്ളൂ റിസർച്ചിൽ നിൽക്കുന്ന ആൾക്കാർ ചാനൽ റിസർച്ചിൽ വരുന്നത്. അത് കണ്ടന്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കമ്മിങ് വീക്സിൽ നമുക്ക് കുറച്ചും കൂടി രസകരമായിട്ട് ഇപ്പോഴത്തെ ഒരു ബേസ് വിട്ടിട്ട് കണ്ടന്റിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഒരു ചാനൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ ചെറിയ പോയിന്റ്സിൽ വേരിയേഷൻ വരും, നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ വരും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ശരിയായിക്കൊള്ളുന്നില്ല. അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഏഷ്യാനെറ്റ് തന്നെ ചിലപ്പോൾ 1 മുതൽ ഒരു 6-7 പോയിന്റിന് വരെ 24-ന്റെ മുകളിലേക്ക് വന്നേക്കാം പാക്കേജ് വൈസ് നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഒരേപോലെ വന്നേക്കാം. ഈ 3 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് ഏഷ്യാനെറ്റ് അഗെയിൻ ഫോർകാസ്റ്റ് വരുന്നത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം കണ്ടന്റിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്. എന്റർടൈൻമെന്റ് ചാനൽ ഇപ്പോൾ ഇത്രയും വലിയ കോമ്പറ്റീഷൻ ഇല്ല. പ്രൈം ടൈമിൽ വരുന്നു. അതിപ്പോ പണ്ടത്തെ മാതിരി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് അതേപടി നിലനിൽക്കാനാണ് സാധ്യത. എല്ലാം അങ്ങനെ തന്നെ പോകാൻ സാധ്യത. മാറ്റങ്ങൾ വരാം. ഇപ്പോ പുതിയ പ്രോഗ്രാംസ് കൺസീവ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധാകേന്ദ്രം C ആണ്. ഇപ്പൊ നെക്സ്റ്റ് കമ്മിങ് വരുന്നത് ഏഷ്യാനെറ്റിന്റെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് വരാൻ പോകുന്നത് C ആണ്. ഇടക്കാലത്ത് ഫ്ലവേഴ്സ് വന്നിരുന്നെങ്കിലും ഫ്ലവേഴ്സിന്റെ കണ്ടന്റിൽ വലിയ മാറ്റങ്ങൾ അവർ ചെയ്തിട്ടില്ല. ഇത്രയും കൊല്ലം വരെ ഒരേപോലത്തെ കണ്ടന്റ്. അതായത് ഈ ടോം ആൻഡ് ജെറി ഷോ കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറയും. ഒരേപോലത്തെ കണ്ടന്റ് വരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് വെറൈറ്റീസ്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ്. ഒരാൾ നല്ലൊരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാള് ഡിഫറെന്റ് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അത് ഇഷ്ടപ്പെടുന്ന സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നമ്മൾ കൊടുക്കുന്ന ഫുഡ് അങ്ങനെ ഇതല്ല, ഒരേപോലത്തെ ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കുടുംബ പരമ്പരകളാണെങ്കിലും ശരി, മെഗാ ഷോസ് ആണെങ്കിലും ശരി, ഇവന്റ്സ് ആണെങ്കിലും ശരി. പണ്ടത്തോളം ഇവന്റ്സ് ഒന്നും ഇപ്പൊ ആൾക്കാർ TRP ഇല്ല. സിനിമയ്ക്ക് TRP കുറവാണ്. ഏറ്റവും വലിയൊരു ട്രാജഡി സംഭവിച്ച അവിടെയാണ്. അതെ, പണ്ട് ഓണത്തിനും അല്ലെങ്കിൽ ഓരോ പ്രീമിയറിനും 14-15 പോയിന്റ് ഒക്കെ സിനിമയ്ക്ക് TRP കിട്ടുന്നു. ഇപ്പോഴത്തെ പുതിയ സിനിമകൾക്ക് 4 പോയിന്റ് 3 പോയിന്റ് കുറഞ്ഞു.
അതിന്റെ പേരിൽ തന്നെ സിനിമ പർച്ചേസിങ് കുറച്ചു. അതിന് റീസൺസ് ഉണ്ട്. സിനിമ പണ്ടത്തെ മാതിരിയുള്ള ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്ക് വരുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതിലുണ്ട്. പക്ഷേ സീരിയൽസിന് ആൾക്കാരുണ്ട്. 16 പോയിന്റ് 17 പോയിന്റ് മുതൽ 6 പോയിന്റ് തൊട്ട് ഏഷ്യാനെറ്റിൽ കയറി പോകുന്നുണ്ട്. 16 പോയിന്റ് 17 പോയിന്റ് ടോപ്പ് റേറ്റിംഗ് സീരിയൽസ് ഉണ്ട്. അപ്പോൾ വ്യൂവേഴ്സ് ഉണ്ട് അവിടെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് സെക്കൻഡറി. ഇത്തരം കണ്ടന്റ് വെച്ച് നമുക്ക് കമ്മിങ് വീക്സിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അനലൈസ് ചെയ്യാം. എല്ലാ ആഴ്ചയിലും ഒരു അനാലിസിസും ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. എന്റർടൈൻമെന്റിനെക്കാളും കൂടുതൽ ന്യൂസ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ചില ഹാപ്പനിങ്സ് നമുക്കറിയാം ഈ ആഴ്ച എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതൊരു മുക്കാൽ വെച്ചും പറഞ്ഞാൽ പോലും അത് ആക്യുറസി കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഈ ആഴ്ചത്തെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ഒരു അടുത്ത ആഴ്ചകളിൽ ചിലപ്പോൾ ഒരു 2 പോയിന്റ് തൊട്ട് 6 പോയിന്റ് വരെ ഒരുപക്ഷെ ഏഷ്യാനെറ്റ് വീണ്ടും ഗ്രോത്ത് വന്നേക്കാം, അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച് വന്നേക്കാം. അത് നമുക്ക് ഒരു ഇതാണെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഡാറ്റ ഫുൾ ടൈം ഇരുന്ന് ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ, ഞങ്ങൾ പണ്ട് ചാനൽ വർക്ക് ചെയ്ത സമയത്ത് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു. കാരണം നമ്മൾ ഫുൾ ടൈം എല്ലാ ചാനലും കാണും. ഇപ്പൊ നമ്മൾ അത്രയും കാണുന്നില്ല, കാരണം നമ്മുടെ ഹാബിറ്റ് ഇല്ല. ചാനൽ ഇൻസിഡൻസ് വരുമ്പോൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ കൂടുതൽ സമയം കാണേണ്ടി വരും. ഇങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇത് രസകരമായിട്ടൊരു ഗെയിമാണ് സത്യം പറഞ്ഞത്. ബാർക്ക് നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റ് ടൂളായിട്ട് എടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിനൊരു ഈ സ്റ്റഡി മെറ്റീരിയൽ പോലെ നമ്മൾ ഇതിനെ നമ്മളെല്ലാത്തിനും ലേറ്റർ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ഡിജിറ്റൽ മാറുന്നതും ഓരോ ഗ്രോത്തും ഡ്രോപ്പും ഇതെല്ലാം നമുക്ക് കറക്റ്റ് നോക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു സ്റ്റഡി മെറ്റീരിയലാണ്. തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടേയിരിക്കാം. അതെ, അല്ല ഇത് പുതിയ ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആണ്. ഇതാരും ഇപ്പോൾ ബാർക്ക് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് ആരും പറഞ്ഞു കൊടുക്കാറില്ല. ആർക്ക് അറിയാറില്ല ബാർക്കിന്റെ ഡാറ്റ എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് എന്താണ് ഇതിന്റെ ബേസിക് മെത്തേഡ്, എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്സ്, എന്താണ് ഇതിനെങ്ങനെയാണ് ഗ്രോത്ത് വരുന്നത്. വെറുതെ വരില്ല, പണിയെടുത്താൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും കാണാം, സംസാരിക്കാം. താങ്ക് യു.